നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. കൊപ്പ ഡെൽ റേയുടെ റൗണ്ട് ഓഫ് 16 മത്സരം, പുതിയ കോച്ചിൻ്റെ ആദ്യ മത്സരം. റയൽ വിജയിക്കുമെന്ന പ്രതീക്ഷയിൽ ആരാധകർ കാത്തിരുന്നു. എതിരാളികൾ 2ാം ഡിവിഷനിൽ 17ാം സ്ഥാനത്ത് നിൽക്കുന്ന അൽബാസെറ്റയാണ്. കഴിഞ്ഞ 3 കളികളായിട്ട് അവർ അവിടെ ജയിച്ചിട്ട് പോലുമില്ല. എന്നിട്ടും പക്ഷേ റയൽ മാഡ്രിഡിന് അവരോട് ജയിക്കാൻ പറ്റിയില്ല. തോറ്റ് കോപ്പ ഡെൽ റേയിൽ നിന്ന് പുറത്തായി. അതിനുശേഷം റയൽ മാഡ്രിഡിൻ്റെ ഡ്രസ്സിംഗ് റൂമിൽ എന്താണ് സംഭവിച്ചത്? ആ കാര്യം ഇപ്പോൾ വളരെ കൃത്യമായിട്ട് ഹോസെ ലൂയിസ് സാഞ്ചസ് പുറത്തു വിടുന്നുണ്ട്. അദ്ദേഹം റയൽ മാഡ്രിഡിൻ്റെ ഡ്രസ്സിംഗ് റൂമിൽ അവസ്ഥ വിവരിക്കുകയാണ്. റയൽ മാഡ്രിഡ് ഡ്രസ്സിംഗ് റൂം കളിക്ക് ശേഷം ശരിക്കും ഒരു ശവസംസ്കാര ചടങ്ങ് പോലെയാണ് തോന്നിയത്. അതിൽ പങ്കെടുക്കുന്ന പോലെ ഒരു ഫ്യൂണറൽ പോലെയാണ് റയൽ ഡ്രസ്സിംഗ് റൂം ഉണ്ടായിരുന്നത്. കംപ്ലീറ്റ്ലി സൈലൻ്റ് ആയിരുന്നു. ഒരക്ഷരവും ഒരു കളിക്കാരനും മിണ്ടുന്നുണ്ടായിരുന്നില്ല. ആർബിലോയ അവരുടെ അടുത്തെത്തി അത് അദ്ദേഹത്തിൻ്റെ കുറ്റമാണ്, അദ്ദേഹത്തിൻ്റെ ഫാൾട്ട് കൊണ്ടാണ് തോറ്റതെന്ന് പറഞ്ഞ് അവരെ ഒന്ന് ഉഷാറാക്കി എടുക്കാൻ, ഒന്ന് ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരുന്നു. ഒരാൾ പോലും റയൽ മാഡ്രിഡ് ടീമിലെ ഒരാൾ പോലും റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ തയ്യാറായില്ല. ആരും സംസാരിക്കാൻ തയ്യാറായില്ല. ഡ്രസ്സിംഗ് റൂമിലെ കളിക്ക് ശേഷം എല്ലാ പ്ലെയേഴ്സും വല്ലാതെ സൈലൻ്റ് ആയിരുന്നു. ആർബിലോയ വന്നിട്ട് അവരെ ആശ്വസിപ്പിച്ചിട്ട് പറയുകയാണ്, നിങ്ങൾ റീഗ്രൂപ്പ് ചെയ്യുക, വീണ്ടും വർക്ക് ചെയ്യുക, നമുക്കതാണ് ചെയ്യാനുള്ളത്. ഇപ്പോൾ ഈ തോൽവിക്ക് ആരെങ്കിലും കുറ്റപ്പെടുത്താനുണ്ടെങ്കിൽ അത് എന്നെയാണ്, ഞാൻ ഏറ്റെടുക്കുന്നു. നിങ്ങളിതിൽ നിന്ന് ഒന്ന് പുറത്തു വന്ന് മൂവ് ഓൺ ചെയ്ത് റീഗ്രൂപ്പ് ചെയ്ത് അടുത്ത കളിക്ക് തയ്യാറാവുക എന്നാണ് അദ്ദേഹം അവരോട് പറഞ്ഞുകൊണ്ടിരുന്നത് എന്നാണിപ്പോൾ ഹോസെ ലൂയിസ് സാഞ്ചസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഏതായാലും വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് റയൽ മാഡ്രിഡ് ഇപ്പോൾ കടന്നു പോകുന്നത്. ആരൊക്കെയോ വന്ന് തല്ലിയിട്ട് പോകുന്നു എന്നുള്ള അവസ്ഥയാണ്. നമുക്ക് ഇപ്പോൾ കോപ്പ ഡെൽ റേയിൽ നിന്ന് പുറത്തായി. സൂപ്പർ കോപ്പ ഡി എസ്പാന കപ്പ് കിട്ടിയില്ല. ലാലിഗയിൽ 2ാം സ്ഥാനത്താണ്. ബാഴ്സയേക്കാൾ 4 പോയിന്റ് പുറകിലാണ്. ഇനിയിപ്പോൾ അവിടെ എന്തെങ്കിലും പ്രതീക്ഷ വേണമെങ്കിൽ ബാഴ്സ പോയിന്റ് ഡ്രോപ്പ് ചെയ്യണം. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ ടോപ്പ് 8ലാണ്. അത് പ്രതീക്ഷാജനകമായിട്ടുള്ള കാര്യം തന്നെയാണ്. അതേസമയം സാബി അലോൺസോയുടെ കോൺട്രാക്റ്റ് അവർ ടെർമിനേറ്റ് ചെയ്ത് അദ്ദേഹത്തെ പറഞ്ഞു വിട്ടു. പുതിയ കോച്ച് വന്നിട്ട് ആദ്യ കളി പൊട്ടിയിരിക്കുകയാണ്. എന്തായാലും റയൽ മാഡ്രിഡിനും ഫ്ലോറന്റീനോ പെരസിനും നോർമലായിട്ടുള്ള കാര്യങ്ങളല്ല ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീഡിയോ എത്താം.